എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ഓഫ് സ്പീച്ചിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ഇമ്പറേറ്റീവ്, ക്വസ്റ്റ്യൻസ്, എക്സ്ക്ലമേഷൻ ഇവയുടെ സ്ട്രക്ചർ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുക എന്ന് നമുക്ക് കാണാം. ആദ്യമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ്, റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. Number 1, he said to me, inverted comma start, I have never seen such a lazy boy as you are. വളരെ ക്ലിയർ ആണ്. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, ഓർഡർ. സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻവെർട്ടഡ് കോമ നോക്കുക, സ്റ്റേറ്റ്മെന്റ് ഓർഡർ. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാം സ്റ്റേറ്റ്മെന്റ് ആണ്. സെഡ് അല്ലെങ്കിൽ ടോൾഡ് വെക്കണം, കൺജങ്ഷൻ ദാറ്റ് വെക്കണം, പ്രസന്റ് വിൽ ബി ചേഞ്ച്ഡ് ഇൻടു പാസ്റ്റ്, പാസ്റ്റ് വിൽ ബി ചേഞ്ച്ഡ് ഇൻടു പാസ്റ്റ് പെർഫെക്റ്റ്, നിയർനെസ് വിൽ ബി ചേഞ്ച്ഡ് ഇൻടു ഫാർനെസ്. സോ നോക്കുക, ഹി ടോൾഡ് മീ ദാറ്റ്. ഷെഡിന് പകരം ടോൾഡ് വെച്ചു. ടോൾഡ് വരുമ്പോൾ ടു വേണ്ട. അപ്പോൾ ഹി ടോൾഡ് മീ ദാറ്റ്, ദാറ്റ് ചേർത്തു, ഇൻവെർട്ടഡ് കോമ ക്യാൻസൽഡ്. ഐ എന്നുള്ളത് ചേഞ്ച്ഡ് ഇൻടു ഹി, ഹാവ് ചേഞ്ച്ഡ് ഇൻടു ഹാഡ്, നെവർ സീൻ സച്ച് എ ലേസി ബോയ് ആസ് യു ചേഞ്ച്ഡ് ഇൻടു ഐ, ആർ ചേഞ്ച്ഡ് ഇൻടു വാസ്. ഫുൾ സ്റ്റോപ്പ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള റൂള്. Next look at question number 2. The boy said to the girl, I don't like your hairstyle. The boy said to the girl that, said number 2, said to the girl that, I changed into he, don't, didn't, did not like her hairstyle. Full stop. Number 3. I saw 3 snakes in the garden. He said. I saw 3 snakes in the garden. He said. He said that he had seen. കാരണം സോ എന്നാണ് വന്നിട്ടുള്ളത്, പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കണം. Had seen 3 snakes in the garden. The next D. I am not going to do it, he says. I am not going to do it, he says. അപ്പോൾ റിപ്പോർട്ടിംഗ് സബ്ജക്റ്റ് വെർബ് നോക്കുക, സേയ്സ് എന്നാണ്. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ആണ് റിപ്പോർട്ടിംഗ് വെർബ്. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ടെൻസ് ചേഞ്ച് ചെയ്യണ്ട, സെയിം ടെൻസ് വെച്ചാൽ മതി. അപ്പോൾ നോക്കുക, he says that he is not going to do it. അവിടെ was not വെച്ചില്ല, അവിടെ സിമ്പിൾ പ്രസന്റ് തന്നെയാണ് ഉപയോഗിച്ചത്. കാരണം റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ടെൻസ് ആണ്, അതുകൊണ്ട് ഇവിടെ ടെൻസ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ബാക്കി നിയമങ്ങളൊക്കെ പതിവ് പോലെ. നെക്സ്റ്റ് ലാസ്റ്റ്, ഐ നോ ഇറ്റ്, ഹി വിൽ സേ. ഇവിടെ സിമ്പിൾ ഫ്യൂച്ചർ ആണ്, റിപ്പോർട്ടിംഗ് വെർബ് സിമ്പിൾ ഫ്യൂച്ചർ ആണ്, അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ടെൻസ് മാറ്റണ്ട. സോ ഹി വിൽ സേ ദാറ്റ് ഹി നോസ് ഇറ്റ്, ഹി നോസ് ഇറ്റ്. പ്രസന്റ് ടെൻസിനെയാണ് വെച്ചത്, ഹി നോസ് ഇറ്റ്. ഫുൾ സ്റ്റോപ്പ്. അപ്പോൾ വളരെ ക്ലിയർ ആണ്. സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സെഡ് അല്ലെങ്കിൽ ടോൾഡ് റിപ്പോർട്ടിംഗ് വെർബ് വയ്ക്കുക, കൺജങ്ഷൻ ദാറ്റ് ചേർക്കുക, പ്രസന്റ് ടെൻസ് ചേഞ്ച്ഡ് ഇൻടു പാസ്റ്റ്, പാസ്റ്റ് ചേഞ്ച്ഡ് ഇൻടു പാസ്റ്റ് പെർഫെക്റ്റ്, ആൻഡ് നിയർനെസ് വിൽ ബി ചേഞ്ച്ഡ് ഇൻടു ഫാർനെസ്. പ്രൊനൗൺസ് കൺസേൺഡ് ആയിട്ട് മാറ്റുക. അടുത്തത് റിപ്പോർട്ടിംഗ് ഇമ്പറേറ്റീവ് സെന്റൻസ്. എക്സാമ്പിൾ നമ്പർ 1. The boy said, Father, please don't beat me. നമുക്കറിയാം, ഓർഡർ വരാം, റിക്വസ്റ്റ് വരാം, കമാൻഡ് വരാം, അതുപോലെ തന്നെ ബെഗ്ഗിങ് വരാം, വാട്ട് എവർ ഇറ്റ് മേ ബി. ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ റിപ്പോർട്ടിംഗ് വെർബ് വയ്ക്കുക. ഇവിടെ ആ കുട്ടി പറഞ്ഞു, അച്ഛാ എന്നെ തല്ലരുത്. The boy entreated his father. അവിടെ entreated എന്നുള്ള വാക്കാണ് വെച്ചത്. അതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുന്ന വേണമെങ്കിൽ വെക്കാം, പക്ഷെ അതിനേക്കാളും ഒരു സ്യൂട്ടബിൾ വേർഡ് entreated എന്ന് വെച്ചു, അത്രയേ ഉള്ളൂ. The boy entreated his father. അവന്റെ അച്ഛനോട് പറഞ്ഞു, entreated his father not to, കാരണം don't വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് to വെക്കാൻ പാടുള്ളൂ. not to beat him, not to beat him. അപ്പോൾ 2 പ്ലസ് വെർബാണ് വരിക. നോട്ട് ഉണ്ടെങ്കിൽ നോട്ട് ആദ്യം വെക്കണം. Then second question, Rani, show me your notebook, the teacher said. ടീച്ചർ പറഞ്ഞു, റാണി നീ നിന്റെ നോട്ട്ബുക്ക് എനിക്ക് കാണിച്ചു തരാം.
But the teacher asked Rani to show him her notebook. അവിടെ ജസ്റ്റ് ഓർഡർ ഒന്നും വേണ്ട, ആസ്ക്ഡ് ചോദിച്ചു എന്ന് പറഞ്ഞാൽ മതി. But the teacher asked Rani to show him her notebook. To show him imperative മൂഡ് കളയാനായിട്ട് 2+ verb വെച്ചു. 2+ verb. Then next, he told me don't listen to this rubbish. അവൻ എന്നോട് പറഞ്ഞു don't listen to this rubbish. ഈ റബിഷ് ഒന്നും നിങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല. He advised me. അവിടെ ഒരു ഉപദേശമാണ് കൊടുത്തത്. അതുകൊണ്ട് he advised me not to listen to that rubbish. Not to. Don't വന്നിട്ട് അതുകൊണ്ട് not to listen to this എന്നുള്ളത് changed into that rubbish. The next one, kindly explain this to me, said the girl to her brother. Kindly explain this to me, said the girl to her brother. The girl requested her brother to explain that to her. The girl requested. അത് സഹോദരന്റെ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ the girl requested her brother to explain that to her. To explain that to her. The next, the judge said, guards, take him back to the prison. ജഡ്ജ് പറഞ്ഞു, ഗാർഡിനോട് പറഞ്ഞു അവനെ തിരിച്ച് ജയിലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പം ജഡ്ജ് ഓർഡേഡ്, ജഡ്ജ് ആവുമ്പോൾ പൊസിഷൻ ഉണ്ട്, ഓർഡർ ആണ്. ജഡ്ജ് ഓർഡേഡ് ദ ഗാർഡ്സ് ടു ടേക്ക് ഹിം ബാക്ക് ടു ദ പ്രിസൺ. സോ വളരെ സിമ്പിൾ ആണ്. ഇമ്പറേറ്റീവ് മൂഡ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അനുയോജ്യമായിട്ടുള്ള റിപ്പോർട്ടിംഗ് വെർബ് വയ്ക്കുക. ദെൻ അറിഞ്ഞില്ലെങ്കിൽ ആസ്കഡ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ റിക്വസ്റ്റഡ് ഓർഡേഡ് എന്ത് വേണമെങ്കിൽ വയ്ക്കാം. അതിനുശേഷം 2+ verb വയ്ക്കാം. 2+ verb വയ്ക്കുമ്പോൾ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നോട്ട് കഴിഞ്ഞിട്ട് 2 വയ്ക്കാൻ പാടുള്ളൂ. ദാറ്റ്സ് ഓൾ. യെസ്, അടുത്തൊരു ചോദ്യമാണ് ക്വസ്റ്റ്യൻസ്, WH ക്വസ്റ്റ്യൻസ്. The teacher said to me, what are you doing? The teacher said to me. ടീച്ചർ എന്നോട് ചോദിച്ചു, what are you doing? നീ അവിടെ എന്താണ് ചെയ്യുന്നത്? അപ്പൊ ചോദ്യവാക്കുള്ള ചോദ്യമാണ്. നോക്കുക, the teacher asked me. റിപ്പോർട്ടിംഗ് വെർബ് ആസ്ക്ഡ് ആണ്. The teacher asked me. ആസ്ക്ഡ് കഴിഞ്ഞാൽ 2 വേണ്ട. Asked me what? I ഇതിനെ സ്റ്റേറ്റ്മെന്റ് ആക്കുക. അപ്പൊ യു വന്നത് ഐ ആവും. I was, ആർ എന്നുള്ളത് വാസ് ആവും. I was doing. പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് വേണ്ട. Then second number, why are you in a hurry? Young man, said the sage. സേജ് ചോദിച്ചു, young man, എങ്ങോട്ടാണ് അത്ര ധൃതി പിടിച്ച്? The sage asked the young man why he was in a hurry. യു എന്നുള്ളത് he ആയി, ആർ എന്നുള്ളത് was ആയി. He was in a hurry. Then number 3, where did you go yesterday? The man said to his servant. യജമാനൻ സർവന്റിനോട് ചോദിച്ചു, where did you go yesterday? നീ എവിടെയാണ് ഇന്നലെ പോയത്? The man asked his servant where he had gone. കാരണം did go എന്നുള്ളതാണ് വന്നിട്ട്. did go past tense ആ. അപ്പോൾ past perfect മാറ്റണം. അപ്പോൾ he had gone to previous day. yesterday എന്നുള്ളത് previous day. The next, how far is the railway station from here? The old man inquired. ആ വയസ്സായ മനുഷ്യൻ അന്വേഷിച്ചു, റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്ന് എത്ര ദൂരത്തിലാണ്? The old man inquired how far the railway station was from there. Is എന്നുള്ളത് was ആയി. was from there. The old man inquired എന്നുള്ള റിപ്പോർട്ടിംഗ് വെർബ് ഒന്നും അർത്ഥം. അപ്പോൾ വളരെ ക്ലിയർ ആണ്. ചോദ്യവാക്കുള്ള ചോദ്യമാണെങ്കിൽ ആസ്ക്ഡ് വയ്ക്കുക. ആസ്ക്ഡ് കഴിഞ്ഞ 2 വേണ്ട. അത് കഴിഞ്ഞ് ചോദ്യവാക്ക് തന്നെ കൺജങ്ഷൻ ആയിട്ട് വയ്ക്കുക. സ്റ്റേറ്റ്മെന്റ് ആക്കിയതിന് ശേഷം അതിന്റെ പ്രസന്റ് ടെൻസ് പാസ്റ്റ് ആക്കുക, പാസ്റ്റ് പെർഫെക്റ്റ് ആക്കുക, ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ നിന്ന് മാറ്റിക്കളയുക, ഫുൾ സ്റ്റോപ്പ് ഇടാം. ഓക്കെ, അടുത്തത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. ആർ യു എ ക്ലെവർ ബോയ്? ദ സ്ട്രേഞ്ചർ ആസ്ക്ഡ് ഡിക്. ആർ യു എ ക്ലെവർ ബോയ്? അപ്പൊ ചോദ്യവാക്കില്ല ഇവിടെ. അപ്പൊ നോക്കുക, ദ സ്ട്രേഞ്ചർ ആസ്ക്ഡ് ഡിക് വെദർ ഹി വാസ് എ ക്ലെവർ ബോയ്. അപ്പൊ ആസ്ക്ഡ് എന്നുള്ള റിപ്പോർട്ടിംഗ് വെർബ് വന്നു.
അവിടെ ചോദ്യവാക്യം ഇല്ലാത്തതുകൊണ്ട് വെദർ അല്ലെങ്കിൽ ഇഫ് വയ്ക്കാം. സോ വെദർ ഇവിടെ വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ നിയമം പതിവ് പോലെ ഹി വാസ് എ ക്ലവർ ബോയ്. ഫുൾ സ്റ്റോപ്പ്. സം പീപ്പിൾ ആസ്ക് ഈസ് ദർ എ ഗോഡ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, റിപ്പോർട്ടിംഗ് വെർബ് നോക്കുക, ആസ്ക് എന്നാണ്. അപ്പൊ റിപ്പോർട്ടിംഗ് വെർബിൽ ആസ്കോ സിമ്പിൾ പ്രസന്റോ സിമ്പിൾ ഫ്യൂച്ചറോ വന്നാൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ടെൻസിന് മാറ്റം വരുത്തണ്ട. അപ്പൊ എന്ത് വരും? സം പീപ്പിൾ ആസ്ക് വെദർ there is a God. ആ ടെൻസിന് മാറ്റം വരുത്തിയിട്ടില്ല. അവിടെ പ്രസന്റ് പാസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല, കാരണം റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ടെൻസ് ആണ്, സിമ്പിൾ പ്രസന്റ് ആണ്. അതുകൊണ്ടാണ് അത് മാറ്റം വരാത്തത്. Some people ask whether there is a God. The next, were you present yesterday? The teacher said to Raju. The teacher asked Raju whether he had been present the previous day. He had been. കാരണം എന്താ? were present എന്നാണ് വന്നിട്ടുള്ളത്, പാസ്റ്റ് ടെൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കണം. had been present പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റി whether വെച്ചു. May I go home? The girl said. The girl asked if she might go home. I എന്നുള്ളത് she ആയി, may എന്നുള്ളത് might ആയി. might കഴിഞ്ഞാൽ go എന്നേ വരുള്ളൂ, റൂട്ട് ഫോമേ വരുള്ളൂ. But the girl asked if, whether പകരം if വെച്ചു. If she might go home. The next, he asked Ramu, have you seen my new watch? He asked Ramu if he had seen his watch. He had seen his new watch. അവിടെ ഹാവ് സീൻ എന്നാ വന്നിട്ടുള്ളത്, പ്രസന്റ് പെർഫെക്റ്റ് വന്നിട്ടുള്ളത്. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കി മാറ്റി, ഹാഡ് സീൻ ആക്കി മാറ്റി. ഹി ആസ്ക്ഡ് രാമു ഇഫ്, വെദറിന് പകരം ഇഫ് വെച്ചു. ഹി ഹാഡ് സീൻ ഹിസ് ന്യൂ വാച്ച്. ഓക്കെ, അപ്പൊ നോക്കുക, എക്സ്ക്ലമേറ്ററി സെന്റൻസ്, ആശ്ചര്യസൂചക വാചകം. മേരി സെഡ്, ഓ ഐ ആം ഇൽ. മേരി പറഞ്ഞു, അയ്യോ എനിക്ക് വയ്യ. മേരി മോൺ ദാറ്റ്. അവിടെ മോണ്ട് എന്നുള്ള വാക്ക് വെച്ചു, എക്സ്ക്ലൈംഡ് വെച്ചാൽ മതി. പക്ഷെ അനുയോജ്യമായ വേർഡ് മോണ്ട്, തേങ്ങി എന്നർത്ഥം, കരഞ്ഞു എന്നർത്ഥം. മേരി മോൺ ദാറ്റ്. ഐ എന്നുള്ളത് ഷീ ആയി, ആം എന്നുള്ളത് വാസ് ആയി, വെരി ഇൽ. ഓ കളഞ്ഞു, എക്സ്ക്ലമേഷൻ വേർഡ് കളഞ്ഞു. സോ മേരി മോൺ ദാറ്റ് ഷീ വാസ് വെരി ഇൽ. The next, she cried, how terribly hot it is. അവള് ഒച്ച വെച്ചു, എത്ര ചൂടാണ്, ഭയങ്കര ചൂടാണ് ഇവിടെ. She exclaimed that it was terribly hot. അവ കളഞ്ഞു, സബ്ജക്റ്റ് വെച്ചു ആൻഡ് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാക്കി, അതിനെ പ്രസന്റ് പാസ്റ്റ് ആക്കി, പാസ്റ്റ് പെർഫെക്റ്റ് ആക്കി. അപ്പോൾ it was terribly hot. He said, how stupid I am. He exclaimed that he was very stupid. John said, how deep the wound is. മുറിവിന് എന്തൊരു ആഴമാണ്. John exclaimed that the wound was very deep. He tells me what an intelligent man you are. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് ടെൽസ് ആണ്, സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റോ സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ടെൻസിന് മാറ്റം വരുത്തണ്ട. സോ he exclaims that വാട്ട് ആൻ ഇന്റലിജന്റ് മാൻ യു ആർ എന്നുള്ളത് പ്രസന്റ് ടെൻസിലാണ്. അപ്പൊ ഐ ആം, യുവിന് പകരം ഐ വെച്ചു, ഐ ആം എ വെരി ഇന്റലിജന്റ് മാൻ. സോ ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ ടെൻസ്. റിപ്പോർട്ട് സ്പീച്ച് ചെയ്യുകയും ചെയ്തു. റിപ്പോർട്ടിംഗ് വെർബ് സിമ്പിൾ പ്രസന്റ് ആയതുകൊണ്ട് ടെൻസിന് മാറ്റം വരുത്തിയില്ല. വളരെ ക്ലിയർ ആണ്. എക്സ്ക്ലമേറ്ററി സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് റിപ്പോർട്ടിംഗ് വെർബ് എക്സ്ക്ലൈംഡ് എന്ന് വെച്ചാൽ മതി, അല്ലെങ്കിൽ അനുയോജ്യമായ വേർഡ് വെക്കാം, അതിനുശേഷം ദാറ്റ് ചേർക്കുക. എക്സ്ക്ലമേഷൻ വാക്കുകൾ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റുക, അതിനെ സ്റ്റേറ്റ്മെന്റ് ആക്കിയിട്ട് അതിനെ റിപ്പോർട്ട് ചെയ്യുക, ഫുൾ സ്റ്റോപ്പ് ഇടുക. ഇതാണ് റിപ്പോർട്ടർ സ്പീച്ചിൻ്റെ പ്രധാനപ്പെട്ട നിയമങ്ങളും അതിൻ്റെ സ്ട്രക്ചറും. ഓക്കെ, താങ്ക് യു.